അമേരിക്ക തീറ്റിപ്പോറ്റിയ സദാം ഹുസൈനെ ഒടുവിൽ തീർത്തത് അമേരിക്ക തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയുടെ കാര്യവും. നിങ്ങൾ ഇരുന്നോളൂ, ഇപ്പൊ എനിക്ക് സമയമില്ല, സമയം ഉണ്ടാകുമ്പോൾ ആ ബങ്കറിൽ നിന്ന് ഞാൻ തന്നെ എടുത്തുകൊണ്ട് വന്ന് തൂക്കിലേറ്റിക്കോളാം അല്ലെങ്കിൽ തീർത്തോളാം എന്ന് ട്രംപ് ഖമേനിയോട് പറയുകയാണ്. ഏതൊക്കെ തരത്തിലാണ് ഇറാനുമായിട്ടുള്ള ഈ സംഘർഷം പോകുന്നത്? നമ്മൾ വളരെ ആശങ്കപ്പെടേണ്ട അവസ്ഥയിലല്ലേ ഇപ്പോൾ? അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം. ഇപ്പം ട്രംപ് പറയുകയാണ്, ഞങ്ങൾ ഒരു പ്രസ്താവന നടത്തുന്നു. തൻ്റെ എക്സ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതായത് ട്രൂത്ത്, ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം പറയുന്നത്, ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് എവിടെയാണ് ബങ്കറിൽ ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ നിരുപാധികം കീഴടങ്ങിക്കോളൂ. അതായത് ഇറാൻ ഇനി ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും നിങ്ങളുടെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപും അമേരിക്കയും നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണോ എന്നാണ് ഇവിടെ സംശയം. ഒപ്പം തന്നെ ഇസ്രായേൽ കാറ്റലിസ്റ്റിന്റെ മറ്റൊരു പ്രതികരണം വന്നു. അതായത് സദ്ദാം ഹുസൈൻ എന്ത് സംഭവിച്ചോ അതേ വിധി തന്നെയാണ് ഇനി ഇറാനിയൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് അമേരിക്ക പിന്തുണച്ച സദ്ദാം ഹുസൈനെ അവർ തന്നെ പിന്നീട് തൂക്കിലേറ്റുന്ന കാഴ്ച കണ്ടതാണ്. ഇവിടെയും ആയത്തുള്ള അലി ഖമേനിയെ കാത്തിരിക്കുന്ന അതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഡയറക്റ്റായിട്ട് ഇടപെടും. ഇതിനെ ചെറുതായിട്ട് കാണാൻ കഴിയില്ല. പശ്ചിമേഷ്യയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വന്നാൽ പ്രതിരോധിക്കാൻ കഴിയുന്ന യുദ്ധക്കപ്പൽ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ 4 യുദ്ധക്കപ്പലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഈ യുദ്ധവിമാനങ്ങൾ അവിടേക്ക് വരുന്നു. ഈ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന, ഈ റീഫ്യൂവൽ ചെയ്യാൻ കഴിയുന്ന വിമാനങ്ങൾ അവിടേക്ക് വരുന്നു. എന്തിനാണ് ഇത്രയധികം വിമാനങ്ങൾ വരുന്നത്? ആർക്കും സംശയം തോന്നാം. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അമേരിക്ക നിർണായകമായ തീരുമാനമെടുത്താൽ വളരെ പെട്ടെന്ന് ആക്രമണം നടത്തും. G7 ഉച്ചകോടി നടക്കുന്നതിനിടയിൽ ട്രംപ് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവിടുത്തെ അവരുടെ കോൺഫറൻസ് റൂമിൽ പോയിരുന്ന് ഏതാണ്ട് 1.25 മണിക്കൂറോളം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികളുമായി ചർച്ച നടത്തി. ഈ ചർച്ചയുടെ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. എങ്കിലും ചില സൂചനകൾ വരുന്ന അനുസരിച്ച് ഇറാൻ കീഴടങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും ഈ മേഖലയുടെ ചുമതലയുള്ള വിറ്റ്കോഫിനെയും കൂടെ ഒരു സമാധാന ചർച്ചയ്ക്ക് കോംപ്രമൈസ് മീറ്റിങ്ങിനായിട്ട് അങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇസ്രയേലിൻ്റെ നിലപാട് ഇതൊന്നുമല്ല. ആയത്തുള്ള അലി ഖമേനിയെ അങ്ങ് തീർക്കുക എന്നുള്ളതാണ്. ഖമേനിയെ തീർത്താൽ ഇറാൻ്റെ ഈ മുന ഒടിക്കാൻ കഴിയും. പിന്നീട് ഇവർ ആക്രമണത്തിന് വരില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇറാനിലെ ജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. കാരണം അവിടുത്തെ ആയുധ സംഭരണശാലകൾക്ക് സമീപത്തും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾക്കും സമീപം താമസിക്കുന്ന മുഴുവൻ ഇറാനിയൻ ജനതയോടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അവിടേക്ക് ശക്തമായ ആക്രമണം നടത്തും. അപ്പോൾ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടും. ഇറാൻ ചെയ്യുന്നത് പോലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾക്ക് ആക്രമണം നടത്താൻ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകൂ. ഇതിനെ തുടർന്ന് ഗ്രാമീണ മേഖലയിലേക്ക്, റൂറൽ ഏരിയയിലേക്ക് വൻതോതിൽ ആളുകളുടെ കൊഴിഞ്ഞുപോക്കും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം നഥാൻസ് എന്ന് പറയുന്ന മേഖലയിലല്ല ഇറാന്റെ ആണവ സംഭരണം ഇരിക്കുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. മറിച്ച് ഫൊർദോ എന്ന് പറയുന്ന ഗ്രാമീണ മേഖലയിലാണ്. ഈ ഫൊർദോയിൽ ഈ പർവ്വതങ്ങൾക്ക് നടുവിലായി കാണപ്പെടുന്ന ഒരു കെട്ടിടമുണ്ട്. ഈ കെട്ടിടത്തിന് ഏതാണ്ട് 120 അടിയോളം താഴ്ചയുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ 3 നിലയോളം വലുപ്പത്തിലുള്ള കെട്ടിടം ഉണ്ടാക്കുന്നു. അവിടെ ഒരു ശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രം എന്ന നിലയിൽ ആരംഭിച്ച സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഒരു ഗവേഷണ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. ഇതിപ്പോൾ ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നു. മാത്രമല്ല, ഇസ്രയേലിന് അവിടേക്ക് ആക്രമണം നടത്താനുള്ള ആയുധങ്ങൾ കൈവശമില്ല. അങ്ങനെ അമേരിക്കയോട് പറയുന്നു, ഞങ്ങൾക്ക് കുറച്ച് ആയുധം വേണമെന്ന്. GBU 28 എന്ന് പറയുന്ന 2800 മുതൽ 4000 കിലോഗ്രാം ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമെന്നാണ് പറയുന്നത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേൽ അമേരിക്കയ്ക്ക് നൽകുകയാണെങ്കിൽ ഏത് സമയവും ഈ ഫൊർദോയിലും ഒരു ആക്രമണം ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ച് ഇറാന്റെ തലയ്ക്കടിക്കാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അമേരിക്ക കൂടി ഇസ്രായേലിനൊപ്പം ചേർന്നാൽ ഈ ഇറാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമായിരിക്കും എന്നുള്ളത്. പരാജയം സമ്മതിക്കേണ്ടി വരും. പക്ഷെ പരാജയം സമ്മതിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതരാണ് എന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി നേരത്തെ തന്നെ സിരിജി കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇറാന്റെ ജനങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്, ഒരു ജനാധിപത്യ സർക്കാരിനെ നിങ്ങൾക്ക് തരും, നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള എല്ലാ സജ്ജീകരണവും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും എന്ന് അദ്ദേഹം തന്നെ
ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ സിവിലിയൻസിന്റെ കാര്യം നമുക്ക് അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്ക കൂടി ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുമ്പോൾ ഇവിടെ ഏറ്റവും ഭയാനകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇറാൻ എന്ന് പറയുന്നത് അത്ര ബുദ്ധിയും വിവരത്തോടെയും ചിന്തിക്കുന്ന ഒരു രാജ്യമല്ല. മതം തലയ്ക്ക് പിടിച്ച കുറെ മതജീവികളുടെ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇവർ ലോകത്തെ മറ്റ് ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നോ തങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നോ പോലും ചിന്തയില്ലാത്ത ആളുകളാണ്. ഇവർ ഒരു അണുവായുധം ഇടാൻ തീരുമാനിച്ചാൽ അത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന വിപത്ത് ഏതൊക്കെ തരത്തിലായിരിക്കും എന്നുള്ളതിന്റെ ഒരു വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് നിസ്സാരമായി നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ ഖമനേയിയെ തീർക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ, ട്രംപിന്റെ ഔദാര്യത്തിലാണ് എൻ്റെ ജീവിതം എന്ന് ഖമനേയി ഓർത്തുകൊണ്ട് ഖമനേയി ഇറാൻ തിരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തിയാൽ, ഇപ്പൊ ഇറാന്റെ മുന്നിൽ, ഇസ്രായേലിന്റെ മുന്നിലും അമേരിക്കയുടെ മുന്നിലും പിടിച്ചു നിൽക്കാൻ ഇറാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും ഒരു അണുവായുധം ഇട്ടാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അത്തരത്തിലിട്ടാൽ അത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും വലിയ വിപത്തുണ്ടാക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ആ തരത്തിലേക്ക് ഇറാൻ നീങ്ങുമോ എന്നുള്ളൊരു ആശങ്ക ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുക, സമാധാനത്തിന്റെ പാതയിലേക്ക് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പൊ ഇറാനെ സംബന്ധിച്ചായാലും ഇസ്രായേലിനെ സംബന്ധിച്ചായാലും അമേരിക്കയെ സംബന്ധിച്ചായാലും യുദ്ധം എവിടെ ഉണ്ടായാലും അത് വല്ലാത്ത ഭീതിയും ആശങ്കയും തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാതെ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇറാൻ എടുത്ത് ചാടിയാൽ അത് വലിയ വിപത്ത് തന്നെയാണ് ലോകത്തുണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ ഇറാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇസ്രായേൽ ഇറാനെതിരെ ആക്രമിച്ചതിന്റെ പിന്നിൽ അമേരിക്കയും ഇറാനും തമ്മിലൊരു നയതന്ത്ര ചർച്ച നടത്താൻ പോകുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കാനും പോകുന്നു. 6ാം ഘട്ട ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ച ഒമാന്റെ മധ്യസ്ഥയിൽ നടക്കാൻ പോകുന്നു. ആ സമയത്തിന് 48 മണിക്കൂർ മുമ്പാണ് ഞങ്ങളെ കയറി ഇസ്രായേൽ ആക്രമിച്ചത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട 60 ദിവസം സമയം ഇറാന് നൽകിയിരുന്നു. 60 ദിവസമായിട്ടും തീരുമാനമൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് 61ാമത്തെ ദിവസമാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അപ്പോൾ ഈ 61ാമത്തെ ദിവസം ആക്രമിക്കുമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായ ധാരണയുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഇത്രയും ഉള്ളൂ, ആണവ ശക്തിയായിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം വരുന്നു. ആദ്യത്തെ ഇസ്ലാമിക ആണവ ശക്തിയായിട്ട് ഇറാൻ മാറുന്നു. അങ്ങനെ ഒരു ആണവ ശക്തിയായിട്ട് മാറിയാൽ അത് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ആശങ്കകൾ സൃഷ്ടിക്കും. ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ അമേരിക്കയുടെ ആർമി ബേസുകളുണ്ട്. ഒരുപക്ഷെ ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചാൽ പിന്നെ ചെയ്യുന്നത് ഇറാന് തൊട്ടടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാം. ബഹ്റൈന്, സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിക്കാം. കാരണം അവിടുത്തെ അമേരിക്കയുടെ ആർമി ബേസിനെ ആക്രമിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ എണ്ണപ്പാടങ്ങളെ തകർക്കുകയാണ്. അതായത് ഞങ്ങൾ തകർന്നാൽ അറേബ്യൻ രാജ്യങ്ങളും തകർന്നോട്ടെ, എണ്ണപ്പാടങ്ങൾ തകർന്നാൽ അവരുടെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകരും. അതുകൊണ്ടാണ് നിയന്ത്രിതമായ ആക്രമണത്തിന് അമേരിക്ക നിൽക്കുന്നത്. ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയപ്പോൾ ഇറാനിലെ ഒരു എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം നടത്തി അവിടെ തീ പിടിക്കുകയൊക്കെ ചെയ്തു. ഇതുപോലെ തിരിച്ചൊരു ആക്രമണം നടന്നാൽ ഗൾഫ് മേഖലയിലെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും തകർക്കുകയും അമേരിക്ക വലിയ ആശങ്കയിൽപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 40 മുതൽ 43,000 വരുന്ന ആർമിയെയാണ് ഇപ്പോൾ അമേരിക്ക അവിടെ വിന്യസിച്ചിരിക്കുന്നത്. പക്ഷേ ട്രംപ് ഒരു ഉത്തരവ് പറയാതെ, അമേരിക്കൻ ഭരണകൂടം ഒരു ഉത്തരവിടാതെ ഒരു നീക്കവും നടക്കില്ല. കാരണം അവിടുത്തെ അമേരിക്കൻ കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കേണ്ടതെങ്കിൽ പോലും സുപ്രീം കമാൻഡർ എന്ന പദവി ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിർണായകമായ ഒരു തീരുമാനമെടുക്കാം. ഒരു പക്ഷേ ഖമനേയിയെ തീർക്കാൻ അത്തരം ഒരു തീരുമാനം ട്രംപ് എടുത്തുകൂടാഴിയില്ല എന്ന് ചിന്തിച്ചൂടെ? ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, തട്ടിയതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമായിരിക്കും അറിയുന്നത് ഖമനേയി തീർന്നു എന്നുള്ളത്. അതുകൊണ്ട് അതേ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് പോലും ഇപ്പൊ സംശയമുണ്ട്.